ഏതൊരു മനുഷ്യനും അവർ അനുദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലും ഓട്ടത്തിലുമാണ്. എന്നാൽ പലപ്പോഴും ഒരു കാര്യം അവർ തിരിച്ചറിയുന്നത് അല്പം താമസിച്ചാണ്. എന്തെന്നാൽ അവർ ഈ ഓടിയത് കൊണ്ടോ തത്രപ്പാട് കാണിച്ചത് കൊണ്ടോ വെപ്രാളം പിടിച്ചത് കൊണ്ടോ ഒന്നും കാര്യങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പരിഹാരമുണ്ടാവുകയില്ല എന്നുള്ളത്. ശരിയല്ലേ? നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. അപ്പോഴൊക്കെ വെപ്രാളം പിടിച്ചതുകൊണ്ടാണോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായത്? അടിയുറച്ച ദൈവാശ്രയബോധം ഏതൊരു വ്യക്തിക്കുണ്ട് എങ്കിലും അവർ ഇത്തരത്തിൽ പെട്ടെന്നൊന്നും വെപ്രാളം പിടിക്കില്ല. അവർക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്: സകലതും നിയന്ത്രിക്കുന്ന നല്ലവനായ ദൈവം എൻ്റെ ഉടമസ്ഥനാണ്, എൻ്റെ സകലതുമാണ്. നമുക്ക് നമ്മുടെ ഈ വിചാരം പിടിക്കലിന് ഒരു അവധി കൊടുത്താലോ? ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം വായിക്കട്ടെ. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. അനുദിന ജീവിതത്തിൽ മനുഷ്യൻ അനുവർത്തിക്കേണ്ട അനവധി കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് 6-ാം അധ്യായം മത്തായി സുവിശേഷം. തന്നെയുമല്ല, ഏതൊരാളും അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ഒന്നാണല്ലോ വിചാരപ്പെടൽ എന്ന് പറയുന്നത്. അങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം ജീവിക്കുന്നെന്നും ബോധ്യപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇതിനു മുമ്പിൽ കുറിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ വാക്യങ്ങളും. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വിചാരപ്പെടുന്നു എന്നതിൻ്റെ തെളിവുകൾ, പ്രതിഫലനങ്ങൾ പഴയ നിയമത്തിൽ പോലും ധാരാളമുണ്ട്. വാക്യം മാത്രം തൽക്കാലം ഞാൻ വായിക്കാം. 40-ാം സങ്കീർത്തനം 5-ാം വാക്യം: എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി നമ്മൾ വിചാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മളിങ്ങനെ വൃഥാ വിചാരപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കുന്നത്, ആയുസ് പാഴാക്കുന്നത്? നമ്മളൊക്കെ പലപ്പോഴും നാളേക്കായി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന നിമിഷങ്ങളോർത്തും വിചാരപ്പെടുന്നവരാണ്. ഒരേ സാഹചര്യത്തിലും ഒരേ നിലയിലും യാത്ര ചെയ്യുമ്പോഴും ആയിരിക്കുമ്പോഴും അവരിൽ ചിലർക്ക് മാത്രമുണ്ട് ചില വെപ്രാളങ്ങൾ. ഒരിക്കൽ ഒരു രാജാവും തൻ്റെ സേവകരും ഒരു കപ്പൽ യാത്ര നടത്തി. ഈ കൂട്ടത്തിൽ ഒരാൾ ആദ്യമായിട്ടായിരുന്നു കടൽ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം മലമുകളിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആളായിരുന്നു. ഇങ്ങനെ കൊട്ടാരത്തിലെ അന്തേവാസിയാകാൻ അവസരം ലഭിച്ചപ്പോൾ രാജാവിൻ്റെ സേവകനായി എന്ന് മാത്രമേ ഉള്ളൂ. യാത്ര തുടങ്ങിയ നിമിഷം മുതൽ ഈ മനുഷ്യൻ ഭയവും വെപ്രാളവും പ്രകടിപ്പിക്കാൻ തുടങ്ങി. ബഹളം വയ്ക്കുവാനും കരയുവാനും ഭക്ഷണം കഴിക്കാതെ ആയിരിക്കാനും തുടങ്ങി. കൂടെ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും അല്ലെങ്കിൽ സഹയാത്രികർക്കും മുഴുവനും ആകെ വല്ലാതെ ഒരു ഭാരമായി തീർന്നു. അവരുടെ എല്ലാവരുടെയും ക്ഷമ നശിച്ചപ്പോൾ രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു: അയാളെ പിടിച്ച് കടലിൽ എറിഞ്ഞു കളയാം. രാജകൽപ്പനയല്ലേ, അനുസരിച്ചേ മതിയാകൂ. അവർ അയാളെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളി. വെള്ളം കുടിച്ച് മുങ്ങിച്ചാകാറായ സമയം അയാളെ വീണ്ടും കപ്പലിനകത്ത് കയറ്റുവാൻ രാജാവ് നിർദ്ദേശിച്ചു. ശേഷം അയാൾ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ, യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ കപ്പൽ യാത്ര ആസ്വദിക്കാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നവർ രാജാവിനോട് ചോദിച്ചു, ഇയാൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ശാന്തനായത്? രാജാവ് പറഞ്ഞു, മുങ്ങിത്താണവൻ മുട്ടോളം വെള്ളം കണ്ടാൽ പേടിക്കത്തില്ല. അനുഭവങ്ങളുടെ ആഴമാണ് അതിജീവനത്തിൻ്റെ ആദ്യത്തെ പടി. ത്തിൽ നിന്നും കടലിൽ നിന്നും കയറി വന്നവരുടെ ആത്മവിശ്വാസം കരക്കിരിക്കുന്നവർക്കുണ്ടാവില്ല കേട്ടോ. അനുഭവങ്ങളില്ലാത്തവർ നിർവികാരതയുടെ നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും. ഏറ്റവും ദുർബല നിമിഷങ്ങൾ പോലും അവരെ ഭയചകിതരാക്കും. കൊടുമുടികളിൽ മാത്രമല്ല, ഗർത്തത്തിലും ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഓരോരുത്തരും അവരവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് ശേഷിയുള്ളവരായിത്തീരുന്നത്, ധീരന്മാരായി മാറുന്നത് എന്നത് വസ്തുത മാത്രമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് വിചാരപ്പെടൽ ഒന്ന് നിർത്തിവെക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. നമ്മുടെ ഭാരങ്ങൾ കർത്താവിങ്കൽ വെക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളുടെയും മധ്യത്തിൽ അങ്ങേ